ഇന്ത്യയുടെ തെക്കേ മുനമ്പ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ് കന്യാകുമാരിയിൽ. കണ്ടോ, റെയിൽവേ ട്രാക്കും ഇവിടെ തന്നെ അവസാനിക്കുന്നു. കന്യാകുമാരിയിലെ തെരുവുകൾ ഇപ്പോൾ വൃത്തിയുള്ളതാണ്. സർക്കാർ അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. തമിഴ്നാട് ടൂറിസം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള തമിഴ്നാട് ഹോട്ടലിലാണ് താമസം. നല്ല ഭംഗിയുള്ളതും ശാന്തമായതുമായ അന്തരീക്ഷം, കടലിനെ അഭിമുഖീകരിച്ചാണ് നിൽപ്പ്. തൊട്ടു മുൻപിലെ വഴിവാണിഭക്കാരുടെ കയ്യിൽ നിറയെ ശംഖുകളുണ്ട്. ഈ കടലിൽ നിന്ന് വാരിയതാണ്, വിവിധ തരം ശംഖുകൾ. സൂര്യാസ്തമയവും സൂര്യോദയവും കാണാൻ ഒരുക്കിയ ടവറാണിത്. മുന്നിലും ഇടത്തും വലത്തുമൊക്കെ എവിടെ നോക്കിയാലും കടൽ മാത്രം. എന്തൊരു ഭംഗിയാണ്! ഭൂമിയിൽ എവിടെ കാണും ഇങ്ങനെ ഒരു സ്ഥലം? ഇത് കാമരാജ് മണിമണ്ഡപം. തമിഴ്നാടിൻ്റെ പെരുംതലൈവർ എന്നറിയപ്പെടുന്ന കെ കാമരാജിൻ്റെ ജീവകാലഘട്ടത്തിലെ വിവിധ രംഗങ്ങൾ ഒപ്പിയെടുത്ത ഒരുപാട് ഫോട്ടോ. തമിഴ്നാട് സർക്കാർ സ്ത്രീ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയ വലിയ ബഗ്ഗി വണ്ടികളാണിത്. 16 പേരോളം ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. സ്ത്രീകൾക്കാണ് ഇതിൻ്റെ ചുമതല മൊത്തം ഉള്ളത്. ഡ്രൈവർമാരായ വസുമതിയും ജയന്തിയുമൊക്കെ തികഞ്ഞ ആതിഥ്യ മര്യാദയോടുകൂടി, വളരെ പ്രസരിപ്പും ചുറുചുറുക്കോടുകൂടി തമിഴ്നാട്ടിലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രതീകമായി ജോലി ചെയ്യുകയാണ്. കന്യാകുമാരി ക്ഷേത്രത്തിന് പിന്നിലുള്ള ചെറിയ പാർക്കാണിത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 133 അടി ഉയരമുള്ള തിരുവള്ളുവരുടെ പ്രതിമ കാണാം. ഈ പ്രതിമയിലേക്കും വിവേകാനന്ദ മെമ്മോറിയൽ റോക്കിലേക്കും ഉള്ള ആളുകളെ കൊണ്ടുപോകാനുള്ള ഫെറിയിങ് ബോട്ടുകളാണത്. അങ്ങോട്ടേക്കുള്ള പ്രവേശനം 4 മണിയോടുകൂടി നിർത്തിവെക്കുന്നു. ഇപ്പോൾ അവിടെ നിന്ന് മടക്കയാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2000 ആണ്ട് ജനുവരി 1 അന്നത്തെ മുഖ്യമന്ത്രി കരുണാനിധി ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. ഇത് കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം. തൊട്ടപ്പുറത്ത് തന്നെയാണ് ഗാന്ധി സ്മൃതി മണ്ഡപവും. സൂര്യാസ്തമയം നേരിട്ട് കാണാനുള്ള പ്രത്യേക പോയിന്റിലേക്കുള്ള യാത്രയാണ്. ആളുകൾ നേരത്തെ തന്നെ അവിടെ തമ്പടിച്ചിരിക്കുന്നു. പകലത്തെ അധ്വാനത്തിന് ശേഷം രാത്രിയുടെ വരവിന് കളമൊരുക്കാൻ വേണ്ടി സൂര്യൻ കടലിൽ മുങ്ങാനുള്ള പുറപ്പാടിലാണ്. കടലിൽ ഒരാൾ ചിപ്പി വാരുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണുകൾ കടലാഴങ്ങളിലേക്ക് മുങ്ങാൻ തുടങ്ങുന്ന സൂര്യനിൽ തന്നെയാണ്. ചക്രവാളം ചുകപ്പിച്ചുകൊണ്ട് അങ്ങോർ ഇതാ മുങ്ങിത്താഴാൻ തുടങ്ങുന്നു. സൂര്യൻ മറഞ്ഞതും കടലിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വലതുഭാഗത്ത് അറബിക്കടലിൽ മുങ്ങിയ ഇദ്ദേഹത്തെ നാളെ രാവിലെ ഇടതുഭാഗത്ത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് പൊങ്ങുന്നത് കാണണം. സൂര്യോദയം കാണാൻ നേരത്തെ എഴുന്നേൽക്കണം. ഞങ്ങൾ ഉടൻ തന്നെ ഹോട്ടലിലേക്ക് മടങ്ങി. സൂര്യോദയം കാണാൻ നേരത്തെ എഴുന്നേറ്റ് വന്ന് സ്ഥാനം പിടിച്ച ആൾക്കൂട്ടമാണിത്. എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ്. ഒരാൾ പുലർച്ചെ കടലിൽ പുണ്യസ്നാനം ചെയ്യുന്നുണ്ട്. സൂര്യനെ കാണാൻ കടലും ശാന്തമായി കാത്തുനിൽപ്പാണ്. നായകൻ്റെ വരവിന് മുന്നോടിയായി അരങ്ങിൽ വെളിച്ച സജ്ജീകരണം നടത്തുന്നത് പോലെ ചക്രവാളത്തിൽ ചില മേഘക്കീറുകൾ വർണ്ണം അണിഞ്ഞു നിൽക്കുകയാണ്. തിരുവള്ളുവർ പ്രതിമയുടെ പശ്ചാത്തലത്തിൽ ചക്രവാളത്തിൽ നിറങ്ങൾ മാറി മറിയുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഉത്തരേന്ത്യയിൽ നിന്നും വന്ന ഏതാനും സഞ്ചാരികൾക്ക് കടൽ തന്നെ വിസ്മയം. പിന്നെ കടലിലെ സൂര്യോദയം പറയാനുണ്ടോ? അങ്ങ് ദൂരെ അങ്ങോർ മെല്ലെ മെല്ലെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സൂര്യനെ കണ്ടതും മന്ത്രോച്ചാരണങ്ങളും കൈകൊട്ടലുകളും ആർപ്പുവിളികളുമൊക്കെ ഇപ്പോൾ ഉച്ചസ്ഥായിലായിട്ടുണ്ട്. ഈ സൂര്യോദയം കാണാൻ വേണ്ടി മാത്രം കന്യാകുമാരിയിൽ തങ്ങുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഉദിച്ചു വരുന്ന സൂര്യനെ കാണുമ്പോൾ ആരുടെ മനസ്സിലും ഒരു രോമാഞ്ചമുണ്ടാകും. ഇന്നലെ വലതുഭാഗത്ത് അറബിക്കടലിൽ മുങ്ങിയ ആളാണ് ഇന്ന് ഇടതുഭാഗത്ത് ബംഗാൾ ഉൾക്കടലിൽ നിന്നും പൊങ്ങി വരുന്നത്.
എല്ലാത്തിനും സാക്ഷിയായി മുമ്പിൽ ഇന്ത്യൻ മഹാസമുദ്രവും പാടും ചെഞ്ചായം പൂശി സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഈ ഉദയസൂര്യനെ കാണാൻ എന്തൊരു ഭംഗിയാണ്. കണ്ടാൽ മടുക്കാത്ത ഈ കാഴ്ചകൾ കാണാൻ ഇനിയും കന്യാകുമാരിയിൽ വരണം. ബൈ ബൈ.